അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസും നുസൈബയും യാത്രയിലാണ്. ഷമ്മാസിനോട് നുസൈബ പറയുന്നു, ഇക്ക. ആ, എന്താ വേണേ? അതെ, എനിക്ക് പാവം തോന്നാണ്. എന്ത്? അല്ലേ, അത് സൗദത്ത എല്ലാ പണിയും ഒരുമിച്ചൊക്കെ. അപ്പോൾ നീ ഒന്നിനെ ഹെൽപ്പ് ചെയ്തില്ലേ? അല്ല, ചെയ്യാഞ്ഞിട്ടല്ല, എന്നെ സമ്മതിക്കണ്ടേ? അപ്പോൾ അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജമീല താത്ത വരുമല്ലോ, അവർ വന്നാൽ ബാക്കിയൊക്കെ ചെയ്യുമല്ലോ. അതിന് സൗദത്ത് പറയുന്നത് പണികളെല്ലാം ഞാൻ ചെയ്തോളാം എന്നൊക്കെയാണ്. അത് സാരല്ല, അത് അവർക്കിങ്ങ് ശീലമായി പോയില്ലേ. പിന്നെന്ന് വെച്ചാൽ അല്ലേ, മക്കളും ഉണ്ടല്ലോ, അപ്പോൾ മക്കളെ കാര്യം നോക്കലും എല്ലാം കൂടെ അപ്പോൾ പിന്നെ സൗദ ഇല്ലാത്തന്നെന്തായിരുന്നു സ്ഥിതി? അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു പാവം തോന്നുക. കാരണം ഇന്ന് ഞാൻ നേരത്തെ കിച്ചണിലേക്ക് എണീറ്റ് ചെന്നപ്പോൾ തന്നെ ഇത്തെന്നോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല മോളെ, ഇത്രയും നേരത്തെ മോൾ എണീറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര സ്നേഹം. സത്യം പറഞ്ഞാൽ സ്വന്തം ഏട്ടത്തിയെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. പാവം തോന്നലിക്ക. അല്ലിക്ക, പിന്നെ എന്ത് കാര്യത്തിനാണ് ഇത്തിയുടെ മേലിങ്ങനെ ഓരോന്ന് പറയുന്നത്? അതൊക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ജമീല താത്താൻ്റെ മരുമകളുണ്ടല്ലോ, അവൾ കുറച്ച് ഫസീലത്തിയുമായിട്ട് കുറച്ച് ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മൾ സൂക്ഷിക്കണം, നല്ലതാണ്. അതായത് ഒരു കുടുംബം അത് തകർക്കാൻ എത്രയോ ആളുകളുണ്ടാവും. എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ സൗദത്തേക്ക് ശത്രുക്കളായിട്ട് തന്നെ നമ്മളവിടെ ആരൊക്കെയുണ്ട്. അതായത് ഫസീലത്തിയുമായി ബന്ധമുള്ള ആളുകളാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒന്ന് കരുതുന്നത് നല്ലതാണ്. നീ സൗദത്തിയോട് പറയണം, വല്ലാതെ ആരെങ്കിലുമൊക്കെ സംസാരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്, അതായത് കൂടുതലായിട്ടുള്ളത് തുറന്നങ്ങ് സംസാരിക്കാതെ കുറച്ചൊന്ന് ലിമിറ്റായിട്ട് നിൽക്കണം എന്നുള്ളത്. അതായത് അവർ ഉള്ളെടുക്കാൻ വേണ്ടി വരികയാണ്, ഉള്ളെടുത്തിട്ട് അത് നേരെ തിരിച്ചപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കും. കാരണം നമുക്കൊന്നും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുക. ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ. പിന്നെ നീ കാര്യങ്ങൾ പറയണം കേട്ടോ. അവളോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് കൊടുത്താൽ എന്താണെന്നോ, പാവം പെണ്ണാണ്. അതായത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് എന്തൊക്കെ തന്നെയായാലും തെറ്റുകുറ്റങ്ങളുണ്ടാവും. രണ്ടാം ഭാര്യയാകുമ്പോൾ പ്രത്യേകിച്ചുണ്ടാവും. ആരെങ്കിലും എന്നാലോ ആദ്യത്തെ പെണ്ണുങ്ങൾ ഒഴിവാക്കിയിട്ട് ഇവളെ കെട്ടി അങ്ങനത്തെ രീതിയിൽ പല കുത്തുവാക്കുകളൊക്കെ കേൾക്കും. കാരണം സൗദ എന്ന് പറഞ്ഞാൽ ഒരു പാവം പെണ്ണാണ്. അവർക്ക് ഒന്നും അറിയില്ല. നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞു, മക്കളുണ്ടായിട്ട് പോൾ അവൾ സമ്മതിച്ചതിന് കാരണം മറ്റൊന്നുമല്ല. അതായത് അവൾ വിവാഹപ്രായം കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും സന്തോഷമുള്ളൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് ഇക്ക, ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്നേ, അയൽവാസികൾ കൂടുതലായി വരുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. പല ആളുകളും ഉള്ളെടുക്കാൻ വേണ്ടി വരും. ഉള്ളെടുത്തിട്ട് ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് അവരെ പ്രഷർ കൂട്ടിച്ച് അതൊരു വലിയ പ്രശ്നങ്ങൾക്ക് വരെ കാരണമായി തീരും. അങ്ങനെയാണ്. പഠിച്ചോൻ കാക്കട്ടെ അല്ലേ? അതെ, നവാസ്കോ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. ഇനിയെങ്കിലും നല്ലൊരു ജീവിതം സൗദത്തിയുടെ കൂടെയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുകയാണ് ഇത്ത കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഇക്ക അന്ന് അനുഭവിച്ച വേദനകളും വിഷമങ്ങളൊക്കെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫസീലത്തിയോട് അങ്ങോട്ട് പറഞ്ഞിട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടും അങ്ങനെ ഒരു സുഖവും സ്വസ്ഥതയും സമാധാനവും നവാസ്കാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അൽഹംദുലില്ലാ റാഹത്താകുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാഹു കാക്കട്ടെ, പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് അവസ്ഥ എങ്ങനെയാണെങ്കിൽ നാളെ എന്താ ഏതാവെന്ന് അറിയില്ല. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണം. അതുകൊണ്ട് തന്നെ ഷമ്മാസ് അവിടെ അല്പസമയം നിൽക്കും. അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷമ്മാസ് എക്സാം കഴിയുവോളം നുസൈബയുടെ കോളേജിനടുത്തായിട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞ് അവളെയും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. എടി, എന്താ? അല്ല, എക്സാം എഴുതാനൊക്കെ പോകുന്നുണ്ട്. കല്യാണം പരിപാടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പഠിച്ചിരുന്നോ? ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഏകദേശം ബൈഹാർട്ടാക്കാൻ നോക്കും. പിന്നെ
ആ നീ വലിയ മിടുക്കിയാണല്ലോ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ല, ആരോ പറയുന്നത് കേട്ടിരുന്നു നുസീബ കമ്പ്യൂട്ടർ പോലെയാണെന്നോ. നിന്റെ ഷിഫ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തൊക്കെ തന്നെയാലും ഹാർഡ് വർക്ക് ചെയ്താൽ ഏത് എക്സാമിലും വിജയിക്കാമല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അത് അത് 10ാം ക്ലാസ്സിൽ പ്ലസ് ടുന്നും ഒക്കെ ഞാനും വേണമെന്ന് വിചാരിച്ച് പഠിച്ചു എന്ന് കരുതി കൂടുതലായിട്ട് ഉറക്കൊഴിച്ചൊന്നും ഞാൻ പഠിക്കാറില്ല. പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതലായിട്ട് കളിയും ചിരിയൊന്നും ഉൾപ്പെടുത്തുക. നമുക്ക് വേണമെന്നുള്ള രീതിയിൽ പഠിക്കുക. അങ്ങനെയൊക്കെ ആയ കുറേയൊക്കെ മനസ്സിലാവും. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയൊക്കെ. എടി പെണ്ണെ, പഠിക്കാൻ എല്ലാവർക്കും അങ്ങനെ കഴിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ മണ്ടയാണ്. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വിചാരിച്ചാലൊക്കെ അല്ലടി. അത് മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്. നമ്മളിപ്പോൾ ഒരു സാറ് നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരുപോലെയാണ്. പക്ഷേ ചില കുട്ടികൾക്ക് പെട്ടെന്നത് തലയിൽ കയറും, ബാക്കിയുള്ളവർക്ക് എത്ര പറഞ്ഞാലും കയറില്ല. അങ്ങനെയും ഉണ്ടാവും. എന്തൊക്കെ തന്നെയാലും നമ്മളെ കുഞ്ഞും നിന്നെപ്പോലെ മെമ്മറി ഉള്ളവളാകട്ടെ. നുസൈബ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് ഉള്ളവളാകട്ടെ എന്നോ? അപ്പോൾ പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചോ? അല്ല, എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് വേണേ. എനിക്ക് പെൺകുട്ടി വേണമെന്ന്. എന്തെന്നറിയില്ല, പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെന്താ? അങ്ങനെയല്ല, എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ പെൺകുട്ടികളാണല്ലോ. അതുകൊണ്ട് ഒരു ആൺകുട്ടി അല്ല, അങ്ങനെയൊന്നുമില്ല. പഠിച്ചോൻ തരുന്നത് സ്വീകരിക്കാനത്തെ. എന്നാലും കൂടുതലായിട്ട് നിനക്ക് അങ്ങനെയാണോ? പക്ഷേ നുസൈബ, എനിക്ക് ആഗ്രഹം ഒരു പെൺകുട്ടിയാണടി. പെൺകുട്ടിയാകുമ്പോഴേ നല്ല ബർക്കത്തായിരിക്കും. അതെന്തേക്കാ? അത് അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയാണ്. നമ്മളെ വീട്ടിൽ നവാസ്കാക്കൊരു പെൺകുട്ടിയുണ്ട്. എനിക്കൊന്ന് വേണം ഇൻഷാ അല്ലാ. പിന്നെ ഇൻഷാ അല്ലാ പഠിച്ച റബ്ബ് തരുന്നത് നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം. പിന്നെ ആണായാലും പെണ്ണായാലും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മതി. അതാണ് എൻ്റെ ആഗ്രഹം. പഠിച്ചോൻ കാക്കട്ടെ, ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു സുന്ദരി മോളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അപ്പോൾ ആൺകുട്ടിയെ വേണ്ട എന്നാണോ? അങ്ങനെയല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആൺകുട്ടിയായിരിക്കുന്നോ. നിങ്ങൾ ഉഷിരും ചുറുചുറുക്കുള്ള ഒരു ആൺകുട്ടിയെ ആണ് എനിക്ക് പ്രസവിക്കാൻ ആഗ്രഹം. എടി പെണ്ണെ, അടുത്തത് ആൺകുട്ടിയാക്കാം. നിങ്ങളെന്താ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ? അതല്ല, ഫസ്റ്റത്തത് എനിക്കൊരു പെൺകുട്ടി വേണേ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പെൺകുട്ടികളെ. പെൺകുട്ടി ഇങ്ങനെ രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നല്ലൊരു സുന്ദരി കുട്ടിയാക്ക്. ഇങ്ങളെ കുട്ടിയാകുമ്പോൾ ഭംഗിയുണ്ടാവും. എന്താടി, നിനക്കെന്താ ഭംഗി കുറവ്? അല്ല, പെൺകുട്ടികൾ സാധാരണ ഉപ്പയെ പോലെ ആയിരിക്കുന്ന അല്ലേ? അപ്പോൾ എനിക്ക് ഷാമോനെ പോലെ ആകുന്നതാണ് എനിക്കിഷ്ടം. കുട്ടി ഇങ്ങളെ മുഖഷേപ്പാണ് എനിക്കിഷ്ടം. അങ്ങനെയാണോ? അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നിന്നെപ്പോലുള്ളൊരു ഓമനത്തമുള്ള മുകളിലുള്ള പെൺകുട്ടിനെ വേണം. അതാണ് എനിക്കും ഇഷ്ടം. ശരിക്കും നുസൈബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും 2 പേരുടേതും കൂടി അല്ലേ? അപ്പോൾ പെൺകുട്ടി എന്തായാലും ഉപ്പയുടേത് തന്നെ. സംസാരിച്ച് ഇതാ എക്സാം ഹാൾ എത്തി തുടങ്ങാറായിട്ടോ. എന്താ ഇത്, ഇന്നിപ്പോൾ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും കഥയൊക്കെ പറഞ്ഞ് പഠിച്ചതൊക്കെ മറന്ന പെണ്ണേ? പഠിച്ചതൊന്നും മറക്കില്ല. അത്രക്കും മെമ്മറി പവർ ഉള്ളതാണല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാൽ ഞാൻ പറയണേ ഒരു കാര്യം. നിൻ്റെ അതേ മുഖഷേപ്പുള്ള, നിൻ്റെ അതേ ബുദ്ധിയുള്ള ഒരു കുട്ടി എനിക്ക് വേണം, ഒരു മോളെ. എന്താ, തരൂലേ? നുസൈബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പഠിച്ചോൻ തരുന്നത് കൈനീട്ടി വാങ്ങാം. അല്ലാതപ്പോൾ എടി, നമ്മളെ നാട്ടിലായതുകൊണ്ടേ സംഭവം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിവിടെ ഒന്നും പാടില്ല. പക്ഷേ ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം ആകുമ്പോഴത്തേന് വിളിച്ച് കാണിച്ചു കൊടുക്കുമല്ലോ, ഇതാ ബേബി ബോയ് ആണ്, ബേബി ഗേൾ ആണെന്നൊക്കെ. അവിടെ അങ്ങനെയാണ്. അതെന്താ ഇവിടെ എങ്ങനെ? നീ MBBS പഠന രംഗത്ത് എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മളെവിടെയെന്ന് വെച്ചാൽ പെൺകുട്ടികൾ മാത്രമായി കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും കുറച്ചൊരു മനസ്സിനൊരു ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ പലർക്കും ഇതും പെണ്ണാണോ എന്ന് ചോദിക്കേണ്ട ശീലമുണ്ട്. പക്ഷേ അറബ് നാട്ടിലൊക്കെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല ബർക്കത്തായിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും ആൺകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുവാൻ വേണ്ടി നോക്കും.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നിർത്തലാക്കിയത്. ഭയങ്കര ശിക്ഷയാണ്, അതൊന്നും പാടില്ലല്ലോ. ഓ അങ്ങനെയാണല്ലേ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഓരോരുത്തരെ കൊല്ലണ്, അതിനൊന്നും കാര്യമായിട്ട് ശിക്ഷയില്ല, കാര്യങ്ങളില്ല. അറബ് നാട്ടിലാണെങ്കിലോ ഒരാളെ കൊന്നാൽ അവനെ കൊല്ലുമെന്നുള്ള കാര്യം ഷുവറാണ് അല്ലേ, കട്ടാൽ കൈ വെട്ടും. ഓ എന്താലേ അതിദാരുണമായെന്നൊക്കെ പറയില്ലേ. എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തിനാണ് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിക നിയമമാണ്, അതോടുകൂടി അത് കഴിഞ്ഞു, അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പല കുറ്റകൃത്യങ്ങളും അറബ് നാട്ടിലുണ്ടാവില്ല. കാരണം എന്താ, അത്രക്കും വലിയ ശിക്ഷ കിട്ടും, മരണം അത് ഉറപ്പാണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മളെ നാട്ടിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാലും ബലാത്സംഗം ചെയ്താലും എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും അവർക്ക് ജയിൽ ശിക്ഷ എന്നല്ലത് വധശിക്ഷയൊന്നും നമ്മളെ നാട്ടിൽ നടക്കണില്ലല്ലോ അല്ലേ. അതും പക്ഷേ നമ്മളെ നാട്ടിൽ അതിനനുസരിച്ച് അപ്പോൾ തന്നെ വധശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇതുപോലുള്ള തെറ്റുകുറ്റങ്ങളും അക്രമങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന് കാര്യങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഇല്ലാതാവുമായിരുന്നു കുറേയൊക്കെ അല്ലേ. ഇവിടെ ഇന്ത്യ രാജ്യം, അവിടെ അറബ് നാട്. അറബ് നാട്ടിൽ വെച്ചാൽ അന്നത്തെ ശിക്ഷാ നിയമം പോലത്തെ നമ്മൾ ഇസ്ലാമിക ശിക്ഷാരീതി, അതന്നെ കൊന്നവനെ കൊല്ലുക, കട്ടവൻ്റെ കൈ മുറിക്കുക എന്നുള്ള രീതിയിലൊക്കെ. ഇവിടെ ഭരണം, അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ വേറെയല്ലേ. ആ ശരി. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഉമ്മയുടെ വീട്ടിൽ ജമീലത്താത്ത അതാ ചായ കുടിച്ച് എഴുന്നേറ്റിരിക്കുന്നു. ഉമ്മ അവളെ നീട്ടി വിളിക്കുകയാണ്. സൗദാ, മോളെ സൗദാ. സൗദയെ കാണുന്നില്ല, വിളി കേൾക്കുന്നില്ല. എൻ്റെ റബ്ബേ, എവിടെ കുട്ടി പോയി കിടക്കണ്. ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. റബ്ബേ, എന്താ റബ്ബേ, പറയാൻ പറ്റൂല. സൗദാ മോളെ, വിളി കേൾക്കുന്നില്ല. വീട് വലിയൊരു വീടാണ്, അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വിളിച്ചാൽ ഈ ഭാഗത്തേക്ക് കേൾക്കില്ല. അങ്ങനെ എങ്കിലും ഉമ്മ അവിടെ നടന്നു. സൗദാ, ആഹാ, മോളിവിടെ വന്നിരിക്കുകയാണോ? ഞാൻ അടുക്കള ഭാഗത്ത് കുറേ വിളിച്ചു മോളെ, ഞാൻ പേടിച്ച് പോയിട്ടോ. എന്തത് മോൾക്ക് പണി? ഉമ്മ, ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പുല്ല് മുളച്ച് കിടക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ അടിച്ചു വാരി കൂട്ടി വെച്ചതൊക്കെ അവൾക്ക് ഒന്ന് ക്ലിയറാക്കി ഞാൻ വൃത്തിയാക്കിയായിരുന്നു. പൊന്നു മോളെ, വെയിലാണ് വരുന്നത്, വെയിലും കൊണ്ടുകാണ്ട് ഇങ്ങനെ അവിടെ പണി എടുക്കണ്ടെങ്കിൽ പോകുന്ന ആളൊക്കെ ജമീല താത്ത എടുത്തോളും. വേണ്ടുമ്മ, ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാം. എനിക്കിവിടെ കണ്ടിട്ടൊരു പൊറുതിയേട്, മുറ്റത്താകെ പുല്ല് മുളച്ച് കിടക്കുന്നുണ്ടല്ലോ. മോളെ, ആ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് വല്ലാതെ കിട്ടില്ല, എന്നാൽ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് നല്ലോണം വെയിൽ തട്ടുന്ന ഭാഗത്തേ നല്ലോണം മുളച്ച് പൊന്തുകയാണത്. അതിപ്പോൾ എത്ര നന്നാക്കിയാലും. ഉമ്മ, ഇവിടെ ആകെ ഒരു കാട് പോലെ കിടക്കുന്നുണ്ട്, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോളാം, കുഴപ്പമില്ല. കുറേ അടിച്ച് വാരി കൂട്ടി ഇവിടെ തന്നെ കൂട്ടി വെച്ചിട്ട് ആകെ ഒരു മുറ്റം കുറവുള്ള പോലെ. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടല്ലോ മുറ്റത്ത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സൗദ അതെല്ലാം ചെത്തിക്കോരി അതാ നന്നാക്കുകയായിരുന്നു. പഠിച്ചറപ്പേ, ഇനിയിപ്പോൾ നവാസ് അത് കാണുമ്പോൾ എന്താ ഇടങ്ങാറായിരിക്കും ഓന്. കാരണം പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുകയില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ മോളെ മതി, നിർത്തി പോന്നാളി. ഉമ്മ, കുഴപ്പമില്ല, ഞാൻ ഇവിടെ കൂടെ കംപ്ലീറ്റ് ആക്കി, എനിക്കൊരു സുഖമില്ല ഉമ്മ. കുട്ടികളുണ്ടെന്നോ? ഇല്ല, ഓലെ ഞാൻ നോക്കിക്കോളാം, അതൊന്നല്ല. ഒന്നാ പറയണേ ഉമ്മ. പൊന്നു മോളെ, അതൊന്നല്ല, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളി കൈ കഴിക്കാണ്ട്. ഇപ്പോൾ തന്നെ ആ പുല്ലും ഇതൊക്കെ കഴിക്കാണ്ട് കയ്യൊക്കെ ചൊറി ആ ജമീലത്താത്ത ഇങ്ങോട്ട് കോരിട്ടോളൂ. വേണ്ടുമ്മ, ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ അതാ അവൾ ചെറിയൊരു കൈക്കോട്ടെടുത്ത് അതെല്ലാം ഒരു കുട്ടയിൽ വാരി വൃത്തിയാക്കി അത് തോട്ടത്തിലേക്ക് ഇടുന്നു. നല്ല രീതിയിൽ കുറ്റിച്ചോല് കൊണ്ട് അടിച്ചരി വൃത്തിയാക്കുന്നു. ജമീലത്താത്ത അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരും. ഇതിപ്പോൾ നല്ല കഥ, ഇങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയോ? പൊന്നു മോളെ, ഞാനാണ് കാട്ടിക്കൂട്ടും. എനിക്ക് വേയിച്ചിട്ടൊന്നല്ല, വേയിച്ചിട്ടെന്ന് വെച്ചാൽ വേയിക്കായല്ല, എനിക്ക് പിന്നെ അത്ര വെടുപ്പിലും വൃത്തിയിലൊന്നും ഞാനങ്ങോട്ട് കാട്ടിക്കൂട്ടില്ല. ഒന്നാണ് തോണ്ടിപ്പോവും. പുല്ലൊന്നും പറിച്ചാൽ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് മയം കൂടിയും പെയ്തപ്പോഴേ പുല്ല് മുളച്ചാണ്. പിന്നെ കുറേ അവിടെ കൂട്ടിയിട്ടെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് അടിച്ചോരി നിൽക്കുന്ന നേരത്തെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പണിക്ക് പോട്ടെ വിചാരിച്ചാണ് പിന്നെ വാരിട വിചാരിച്ചു. അങ്ങനെ ഓരോ ദിവസം കൂട്ടി അവിടെ അങ്ങോട്ട് കുന്നുകൂടിക്കണ്. അതാണത്. അത് കുഴപ്പമില്ല, ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ മരുക്കളെ കിട്ടിയാലും വലിയ കാര്യം തന്നെയാണ്. എവിടെ കിട്ടണ്? ആരെ പുല്ല് പറിച്ചാലും കുറ്റിച്ചൂരോണ്ട് മുറ്റടിച്ച് വരാനും കിട്ടുക. ഏതായാലും നല്ല ഭാഗ്യവതി തന്നെയാണ് ഐഷുമ്മ. മോളെ, എന്നാൽ ഞാൻ ചെയ്തോളാം ബാക്കി. അല്ല താത്ത, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളി, ഞാൻ മുഴുവനാക്കിയിട്ട് വരാം. അങ്ങനെ അതാ ജമീലത്താത്ത നേരെ ഉമ്മയുടെ അടുക്കലേക്ക്. ഐഷുവോ,
എൻ്റെ മരുവോള് തിരക്കിടില്ല കേട്ടോ. എന്തേ? അല്ലേ, ആ മുറ്റത്ത് മുഴുവൻ കാടും പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി കുറ്റിച്ചൂലുകൊണ്ട് നല്ലോണം വൃത്തിയായിക്കാണ്ട് നല്ല മട്ടത്തിലുള്ള ആക്കി വെക്കുന്നുണ്ട്. ആക്കി എന്ത് രസം കാണാനെന്നാ. ഏതായാലും അങ്ങനെ ആരെ കിട്ടണടി? ഈ പഠിച്ചാൽ പോണെല്ലാം തീരെ കിട്ടൂല കേട്ടോ. പഠിച്ചാൽ പോണ നുസി ഓള് നല്ലോണം എടുക്കും. പിന്നെ എൻ്റെ നിർബന്ധത്തിന് ഞാൻ ഇടിയിപ്പിക്കണല്ലേ. അതല്ലേ ചിലോലുണ്ട്. ഏതായാലും എൻ്റെ നവാസിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളെക്കാളും ഏറ്റവും നല്ലത് ഇവളെന്നെയാണ്. ഇവള് ആ മട്ടത്തിന് ഒരു പെരയും കൂടി കഴിച്ചു കൂട്ടിയ കുട്ടികളാകുമ്പോൾ ഓല് ഉള്ള പെര വെടുപ്പും വൃത്തിയേക്കാറ് എപ്പോഴും. അത് തുടച്ചിട്ടും മിനുക്കിയിട്ടും നന്നാക്കിയിട്ടും. ഇപ്പം ഞാൻ അടിച്ചു വരായിട്ടില്ലല്ലോ, എന്നാലും എത്രയേ കച്ചറിയും ഇതിപ്പോൾ ഓള് വാരിട്ടോ. എനിക്കത്ര കഴിയൂലടി, എനിക്കത്ര വൃത്തിയാവൂല എൻ്റെത്. എനിക്ക് വേണ്ട പണി വെച്ച് പോകണം. ഇനിയിപ്പോൾ ഞാൻ എടുത്തതിൻ്റെ മേലെ ഓൾ അങ്ങനെ എടുത്തോട്ടെ. കാരണം എന്താണെന്നോ, ചിലവൾക്ക് അടങ്ങിക്കാൻ കഴിയൂല. ഓൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയും പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പൈസ തരുന്നത് അതിങ്ങനെ അതുകൊണ്ട് അങ്ങനെ ജീവിതം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് നവാസ് അങ്ങോട്ട് കയറി വന്നു. ഉമ്മ, എവിടെ സൗദ? പൊന്നു മോനെ, അതാ മുറ്റം നന്നാക്കണ്, ഒന്ന് പോയോക്കെ. അങ്ങനെ അതാ നവാസ് അവളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ആഹാ സൗദ, എന്താപ്പത്? എന്താ ഗാർഡനിങ് ഉണ്ടോ? മാഷാ അല്ലാ. ഇക്ക, എനിക്ക് ചെടിയും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഒക്കെ അലങ്കോലമായി അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും സ്പേസേ ഇല്ല, തീരെ മുറ്റുമില്ല. ഞങ്ങൾ ഒപ്പിക്കല്ലേ. അപ്പോൾ എങ്കിലും ഞങ്ങൾ ചെടിയൊക്കെ ഉണ്ടാക്കും. നിനക്ക് ചെടിക്കൊക്കെ താല്പര്യമുണ്ട് പെണ്ണ്? അങ്ങനെയാണെങ്കിൽ കുറച്ച് വാങ്ങാലോ. അല്ല, വാങ്ങുമ്പോഴൊക്കെ ഒരുപാട് ക്യാഷ് ആവില്ലേ? അതിനെന്താ, ചെടിയായാലും എന്തായാലും നമ്മൾ വാങ്ങുമ്പോൾ എന്തിനും ക്യാഷ് ആവില്ലേ? അതൊന്നും വിഷയമല്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങണം. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് റോസാപ്പൂക്കൾ കുറച്ച് കിട്ടണം, അതുപോലെ തന്നെ കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ ഐറ്റംസ്, അതുപോലെ കുറച്ച് അങ്ങനെ ബ്ലോസം ഓർക്കിഡ്സ്, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ കിട്ടിയാൽ നല്ല സെറ്റാക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സൗദ മോളെ, നിനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിന്ന് ചെടികളൊക്കെ വാങ്ങാൻ പോകലോ? എന്താ ഇക്ക? അതിപ്പോഴോ? അതിനെന്താ, എപ്പോഴായാലും ഉമ്മാക്കൊരു കുഴപ്പമില്ല. ഒന്ന് ചോദിച്ചു നോക്ക്, ഉമ്മയും വേണേ കൂട്ടാം. എന്താ, ഉമ്മാക്കും നിനക്കും കൂടി സെലക്ട് ചെയ്യാലോ. വീട്ടിൽ ചെടികളും പൂക്കളൊക്കെ വളരട്ടെ. അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ വീട്ടിലിങ്ങനെ വേണം, അതൊക്കെ നോക്കി നടത്താൻ. അല്ലാതെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ? കുഴപ്പമില്ല. എന്നാലും ഇക്കാക്ക് താല്പര്യമില്ലേ? എനിക്കിഷ്ടമാണ്. എനിക്കോ ഷാമോനാണ് അതിലേറെ. ഓൻ്റെതാണ് അവിടെ അപ്പുറത്തൊരു റോസ് ഗാർഡൻ. അത് ആദ്യമൊക്കെ നല്ല ഉഷാറായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് വല്ലാതെ അങ്ങോട്ട് നുസീബയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനക്ക് റോസാപ്പൂ ഒരു തോട്ടം സെറ്റാക്കിയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്ക് വല്ലാതെ ശ്രദ്ധ ഇല്ലാതെ റോസാപ്പൂവിനെ കിട്ടിയല്ലോ, അതായിരിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ ഷാമോനോട് ചോദിച്ചു നോക്ക്, എവിടെയാണ് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റാക്കുന്നത്, അടിപൊളിയാക്കണം. എനിക്കിഷ്ടമാണ്. ഞാൻ 2 നേരമൊന്നും നനച്ചു കൊടുത്ത് വളമൊക്കെ ഇട്ടുകൊടുത്ത് റെഡിയാക്കിക്കോളും. പെണ്ണെ, നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇക്ക സാധിപ്പിച്ച് തരും കേട്ടോ. ഉമ്മയോട് ചോദിക്ക്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കുറച്ച് ഗാർഡനൊക്കെ സെറ്റാക്കണേ, ചെടികളൊക്കെ വാങ്ങിയിട്ട് വരാം. എന്നാൽ കൈ കഴുക്. ഇക്ക, മക്കൾ എണീറ്റോ? മക്കളതാ, മോളതാ നിന്നെ തിരഞ്ഞെടുക്കുന്നത്. ഉമ്മച്ചി, മോളെ ചായ കുടിക്കണ്ടേ? വരി. ഇപ്പോൾ ഉമ്മമ്മാൻ്റെ അടുത്തേക്കൊന്നല്ല, നിന്നെ തിരഞ്ഞെടുക്കാണ്. മോൻ ഉടന്നില്ലേക്കാ? ഇല്ലല്ല, മോൻ ഉറക്കാണ്. അല്ല, എത്ര സമയമായി? ഒന്നും കുടിക്കാതെ അങ്ങനെ കിടക്കല്ലോ, ഒന്ന് ഉണർത്തി നോക്കി. സമയം എത്രയായി? സൗദ കൈ കഴുകി അകത്തേക്ക് വന്നു. ഉമ്മ, മോളെ കഴിഞ്ഞോ എൻ്റെ മുറ്റപ്പണിയൊക്കെ? എന്ത് ചെടി നടുകയെ? ഷാമോന് അതിനൊക്കെ വലിയ താല്പര്യമാണ്. നവാസും പൈസയിലൊന്നും നമുക്ക് തിരിയില്ല, ചെടിമക്ക് വല്ലാതെ. ഷാമോന് ഇഷ്ടമാണ്. മോളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യട്ടോ. നമുക്ക് ചെടി വാങ്ങുകയോ വെക്കുകയൊക്കെ ചെയ്യട്ടോ. ഉമ്മയുടെ സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ. അപ്പോഴേക്കും ഉമ്മ മോൾക്ക് ചായ എടുത്ത് വെച്ചിരുന്നു. മോള് നേരെ നിന്നെ കാണാനേ അങ്ങോട്ട് ഓടിക്കണം. ഉമ്മച്ചി പോയോന്ന് വെച്ചിട്ട് ആകെപ്പാടൊരു ബേജാറ് കാണായിട്ട്. ഇല്ലല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, മക്കൾ ചായ കുടിക്കേ. സ്നേഹത്തോടെ സൗദ അവരുടെ കൂടെ ഇരുന്ന് ചായ കൊടുക്കുന്നു. മക്കൾ വേഗം കഴിച്ചോളി. പിന്നെ മോനെന്താ ഉമ്മ ഉണരാത്ത? എത്ര സമയമായി? കുറേ നേരമായി. നമസ്കാരോട് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഉറങ്ങിക്കോട്ടിരുന്നു. എത്ര സമയമായില്ലേ? വെള്ളം വറ്റിയിട്ടുണ്ടാവും വായത്തൊക്കെ. മോളെ, അത് നീച്ചോളും.
ഉമ്മ എന്നാ നിങ്ങൾ വേഗം കുളിക്കാൻ പോയിക്കോളി, പറ്റ വെയിലാകണതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നീരിറങ്ങിയാലോ. ഉമ്മനെ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് വെച്ചോളിട്ടോ ഇവിടേക്ക്. ഉമ്മ കുളിക്കാൻ പോയിക്കോളി. മോളെ ഇപ്പം തന്നെ ഒന്നും വേണ്ട, ഒരു 10-11 മണിയാട്ടെ. അല്ലമ്മ വല്ലാതെ നേരം വൈകിപ്പിക്കണ്ട, ഉമ്മ കുളിച്ചോളി. കാരണം രാവിലെ കുളിക്കണേനല്ലേ എപ്പോഴും നല്ലത്. ഉമ്മക്ക് ഇനിയിപ്പോൾ ഇവിടെ എന്താ പണി, ദിക്കറും സ്ഥലത്തൊക്കെ അവിടെ ഇരുന്ന് ചെല്ലിയാൽ പോരെ. വേഗം കുളിയാണ്ട് കഴിച്ചോളി, എന്നിട്ട് ഡ്രസ്സ് ഇങ്ങോട്ട് തരി. ജമീലത്താത്ത അത് നോക്കി തന്നു. പടച്ചോനെ, ആയിഷാക്ക് കിട്ടിയൊരു മരോള് നല്ല, മറ്റോളും നല്ലത് തന്നെ, ഇവളും നല്ലത് തന്നെ. ഒരാൾ കുറച്ചിതാണെങ്കിലും ഇപ്പം കിട്ടി രണ്ടും നല്ലത്. ശരിക്കും ജമീലത്താത്തക്ക് ചെറിയൊരു അസൂയ ഉണ്ടോ എന്നൊരു തോന്നൽ. കാരണം തൻ്റെ പണിയെങ്ങാനും പോവോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ തൻ്റെ മരുമകളെക്കുറിച്ച് ആയിഷത്താനോട് പറയുന്നു, ആയിഷോ എടി എൻ്റെതൊക്കെ അൽഹംദുലില്ലാ റാഹത്തുള്ള മരുക്കൾ തന്നെ എടി, എൻ്റെ പേരിലതൊന്ന് വലിയ പോക്കിരിച്ചാണ്. എന്താ ഞാൻ കാട്ടെനിക്കറിയില്ല. ചില സമയത്ത് ഓൾക്ക് ഇങ്ങോട്ട് ഓളൊരു ഇവിടുത്തെ ഫസീലാനെ പോലെ തന്നെ എന്ന് കരുതാം. ഓലെപ്പോഴും വിളിയും തെളിയും വർത്താനും. ഞാൻ പറയും കൂടുതലായിട്ട് ആരോടും കൂട്ടുകൂടാൻ നിൽക്കണ്ട. ഇനി ഇവിടുന്ന് പോയ മരുവളാണെങ്കിൽ നമ്മൾ പിന്നെയും ഓലെ വിളിച്ച് കാര്യങ്ങൾ വർത്താനം പറഞ്ഞാൽ നല്ലതല്ലല്ലോ. അതത്ര നല്ലതല്ല. ഓല് പോയില്ല, ഇട്ടിട്ട് പോയതല്ലേ, പിന്നെ നമ്മളിപ്പോൾ എന്തിനാ ഓല വയറ്റില്. അപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, നിങ്ങളെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ പലതും സംസാരിക്കാണ്ടാവും, നിങ്ങളെന്തിനീ മരുക്കളെ കാര്യമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കണം. അങ്ങനെ ഉണ്ട് മുഖത്ത് നോക്കി പറയടി. പിന്നെ ഞാൻ ഒന്നും മുണ്ടൂല. ഇങ്ങനെ വിളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടാ. ഇവിടുത്തെ ഫസീലാനേറ്റോ ആടി ഞാൻ പറഞ്ഞേക്കണം, ഇപ്പോൾ കല്യാണം കൂടായപ്പോൾ അധികമാണ്. ഞാൻ പറഞ്ഞേക്കണോളോട് ഇജ്ജ് വല്ലാതെ അതിന് നിൽക്കല്ലേ, ഒരു പെണ്ണിനവിടെ കെട്ടിക്കൊടുന്ന് നിൽക്കുകയാണ് ഓള്, നല്ല രീതിയിൽ ജീവിച്ച് പോയിക്കോട്ടെ, ജായിട്ട് കൊളാക്കല്ലേ എന്ന് പറഞ്ഞേക്കണ്. കല്യാണം ഉറപ്പിച്ച മുതൽ തന്നെ ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയുണ്ട്. അത് എനിക്കറിയായിട്ടല്ല. ഞാൻ പിന്നെ മുണ്ടാതെ നിന്നാണ്. ഞാൻ പലവട്ടം പറഞ്ഞേക്കണോളോട് ഇജ്ജ് വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ടിട്ടാണ്. അതിൽ ഓളും ഇങ്ങോട്ട് ചാടും, എൻ്റെ നേർക്കൊരു ചാട്ടം. എന്തിനപ്പോൾ എല്ലാം പാളിയൊക്കെ എടുക്കണേ. ഞാൻ കാട്ടണ മുഴുവൻ ഒരു മോനല്ലേ വിചാരിച്ചാണ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴേ വേറെ പോയിട്ടുണ്ടാവും, ഇപ്പോഴും തിരക്കാണ്, വാടകയ്ക്ക് പോവുക പറഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ പറയും, എന്തിനാ മക്കളെ ഈ പെരയും കുടിയൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ എന്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൻ റഷീദിനോട് ഞാൻ പറയും, മോനെ നിങ്ങൾ ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ പോയിക്കോളി, പക്ഷേ ഈ ഒരു പെരയൊക്കെ ഇട്ട് നിങ്ങൾ വാടകയ്ക്ക് പോകേണ്ട ആവശ്യം, എനിക്ക് വല്ലപ്പോഴും കിട്ടണമെങ്കിൽ ഓട്ടം കൊണ്ട് ഈ വാടക കൊടുക്കാൻ കഴിയുമോ. ഞാൻ പിന്നെ ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ എനിക്ക് 1000-900 ഒക്കെ ആയിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയല്ല സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കണത്. അപ്പോൾ അങ്ങനെ അമർന്ന് നിൽക്കുകയാണ്. ഇടക്ക് പറയും പോകുക, ഇവിടെ തള്ളൻ്റെ അടി നിൽക്കാൻ കഴിയില്ല. പൊന്നാര പെണ്ണെ, ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അവിടെ പെരയ്ക്ക് ചെല്ലും. പെരയിൽ ചെന്നിട്ട് ഞാൻ എന്താട്ടും, അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഓള് ചിലപ്പം മിറ്റും കൂടി അടിച്ചോരിട്ടുണ്ടാവില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. കുട്ടികളെ ചായയും കടിയും കുടിച്ച പാത്രങ്ങളും അതും അവിടെ സിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ചുയറ്റി വെച്ചുകാണ്ട് ഒന്നങ്ങോട്ട് അടുക്കളയും വീതിനൊക്കെ ഒന്ന് തുടച്ചെന്നാക്കിയൊരു വൃത്തിയല്ലേ. ഇവിടെ നിൻ്റെ പണിയും എല്ലാം തുടക്കലും അടിച്ചോലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പെരയിലെത്തുമ്പോൾ ഉണ്ടാവും സിങ്ക് നിറച്ച് പാത്രം, മുറ്റത്ത് നിറച്ച് അടിക്കാട്, ആ ഗച്ചൽക്ക് കുട്ടികൾ കുടിച്ച ചായൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തുകാണ്ട് ഒന്ന് മോറെ ഒന്നുമില്ല. ഈ ഫോണും അങ്ങനെ കളിച്ചിരിക്കും, അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടും അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടും അപ്പോൾ എന്താ പറയുമ്പോൾ കുട്ടി വിളിച്ചപ്പോൾ കുട്ടിക്ക് പാലെടുക്കാൻ പോയി അങ്ങനെ പറയും. അങ്ങനെ കിടന്നാൽ പിന്നെ എപ്പോഴാണ് ഓള് നീച്ചരിക. ഞാൻ പറയും ചെയ്യും, രാവിലെ ആ പണിയൊന്നും എനിക്കണ്ട് കഴിച്ചൂടെ, ഞാൻ ഏതായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, വരുമ്പോഴത്തേന് എനിക്ക് അത്യാവശ്യം അടുക്കളയിൽ നിന്ന് കഴിച്ചാൽ അടിച്ചോരി കൊടുക്കൽ ഞാൻ പിന്നെ ആക്കിയാലും വേണ്ടിയില്ല, ഒന്നുണ്ട് അകം അടിച്ചോരി ഇടും ചെയ്യുക, ഒന്ന് അടുക്കളൊക്കെ ഒന്ന് നന്നാക്കി ഏതെങ്കിലും മനുഷ്യന്മാർ കയറി വന്നാൽ എത്ര നന്ന്. അപ്പോൾ എന്നോട് പറയും, നിങ്ങൾക്ക് ഇവിടുത്തെ കഴിച്ചിട്ടാണ് പോയാൽ പോരാ അങ്ങോട്ട്. സാരല്ലേടി, ചിലവർ അങ്ങനെ ഇരിക്കാരം, ഓരോ വിധിയാണത്. ഞാനും കുറേയൊക്കെ കേട്ടിക്കണില്ലേ എൻ്റെ നവാസിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളുടെ, എപ്പോഴും ഇവിടെ അങ്ങനെ അല്ലേനോ, ഓൾ എപ്പോഴെങ്കിലും നെയ്ച്ചു വരും. ഞാൻ പറയും രാവിലത്തെ ഒന്ന് അടുപ്പത്തെത്തുന്ന എടുക്കാൻ വരൂലേനോ. ഇപ്പോൾ പഠിച്ചോ ക്ഷമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ 2 എണ്ണത്തിന് നല്ല കിട്ടിയേക്കണം എനിക്ക്. ഇനിയിപ്പോൾ ഒരാളുടെ കൂടി തന്നെ ശരിയാകാണ്ട്. പിന്നെ ജമീല ഫസീലാനായിട്ടുള്ള ബന്ധം വല്ലാതെ മാണ്ടാന്ന് പറഞ്ഞാണ്ടേ, പ്രത്യേകിച്ച് ഈ സൗദ ഇവിടെ ഈ പെരയിൽ നിൽക്കുന്ന സമയത്ത് ഓള് ഫസീലാനായിട്ട് ബന്ധം വെക്കാന്ന് വെച്ചാൽ എല്ലാതും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എന്തിനാണ് ജീവിച്ച് പോയിക്കോട്ടെ, ഞാൻ പറയായിട്ടൊന്നല്ല ഐഷോ, അതൊക്കെ ഓല അങ്ങനെ ഒരു ടീമാണ്. എന്താ ഇപ്പോൾ കാട്ടെനിക്കറിയില്ല. റഷീദിനെ
പറ്റിച്ചുകാണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണം ആർക്കറിയാം. എനിക്കതൊന്നും വലിയതൊന്നുമില്ല. ഓൻ നേരം വെളുത്തത് ഓട്ടം കിട്ടുക വെച്ചിട്ട് അങ്ങനെ പോകും. എവിടുന്നെങ്കിലും ഒരു ഓട്ടം കിട്ടിയെങ്കിൽ കിട്ടി. അങ്ങനെ ഇത് അങ്ങാടിത്തെ പെർമിറ്റൊന്നും ഇല്ലല്ലോ. ഇവിടെ അങ്ങാടി കൂടെ അങ്ങനെ ഓടില്ലല്ലോ, ആ വലിയ ടൗണിൽ തന്നെയല്ലോ. അപ്പോൾ കിട്ടണതായി വിചാരിച്ചുകാണ്ട് അങ്ങനെ ഓൻ അവിടെ പോയി നിൽക്കും. ഓളങ്ങനെ ഫോൺ വിളിച്ചു കാണാം. ആർക്കൊക്കെ ഏതൊക്കെയാവും. എന്തായാലും പഠിച്ചോനെ നല്ല മട്ടത്തിലാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ജമീലത്താത്തയുടെ മരുമകൾ പറഞ്ഞ ആ കാര്യം അവൾ സൗദ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. മുറ്റമടിക്കുമ്പോൾ അവൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമൊക്കെ അവളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു. പടച്ച റബ്ബേ, പരീക്ഷിക്കല്ലേ അല്ലാ, ഞാനൊരാളെയും ചതിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല റബ്ബേ. ഞാൻ ഒരാളെയും പറ്റിച്ചിട്ടില്ല. നേരെ വാ, നേരെ പോവാം എന്നുള്ള രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ. ഒരിക്കലും റബ്ബേ ഒരാളെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. നവാസ്കയെ ഞാൻ കാണുന്നത് തന്നെ എന്നെ കാണാൻ വരുന്ന ആ ഒരു ദിവസത്തിന് തലേന്ന് റജിനത്തിയുടെ വീട്ടിൽ നിന്ന് ആണ്. ഒരിക്കൽ പോലും അത് നിക്കാഹ് വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്. അല്ലാതെ റബ്ബെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ട് വെറുതെ വേണ്ടാത്തൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ നവാസിനെ പാട്ടിൽ പിടിച്ചതാണ്, കൂടെ ചാടി പോകുന്നതാണ് എന്നൊക്കെ ഒരു വർത്തമാനങ്ങളൊക്കെ ആർക്കറിയാം. ആരൊക്കെ ഇത് പറഞ്ഞുണ്ടാക്കണം എനിക്കറിയില്ല. അവൾ എങ്കിലും ക്ഷമിച്ചു. പഠിച്ചോനെ അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ എന്നും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാ. ഇക്കയെയും ഇക്കയുടെ മക്കളെയും ഉമ്മയെയും അനിയൻ്റെ ഭാര്യമാരെയൊക്കെ ഞാൻ എങ്ങനെ നോക്കിക്കോളാം. ഒരു വീട്ടിലത്തെ വലിയൊരു മൂത്തച്ചിയായിട്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല. വീട്ടുകാരൊക്കെ എങ്ങനെ നോക്കിക്കോളല്ല. പക്ഷെ ഒരിക്കൽ പോലും ഇനി നവാസ്കയെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ അല്ല. കാരണം നവാസ്കയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം റബ്ബേ എന്നും നീ മരണം വരെ നിലനിർത്തി തരണേ അല്ല. അപ്പോഴും അതായിരുന്നു സൗദ ദുആ ചെയ്തിരുന്നത്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ്, നുസി എന്നാൽ ഇവിടെ ഇറങ്ങിക്കോ, ഞാനൊന്ന് ട്രിപ്പ് അടിച്ചൊന്ന് വരാട്ടോ. പിന്നെ നന്നായിട്ട് എക്സാമൊക്കെ എഴുതണേ. എത്രയാണ് ഇക്ക? 2 മണിക്കൂറുണ്ട്. എനിക്ക് 1 മണിക്കൂറാകുമ്പോഴേക്കും ഞാൻ എഴുതി വരാൻ നോക്കാം. വേണ്ട 2 മണിക്കൂറാണെങ്കിൽ പിന്നെ അടഞ്ഞങ്ങനെ ഇരിക്കണ്ട കേട്ടോ. ഉമ്മ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എവിടെയാണെങ്കിലും ഗർഭിണികൾ അങ്ങനെ അടഞ്ഞിരിക്കരുതെന്ന്. ജസ്റ്റ് ഒന്നിങ്ങനെ എണീറ്റ് ഇരുന്നൊക്കെ ഇങ്ങനെ. അല്ല, എക്സാം ഹാളിലോ? വല്ലാതെ അങ്ങട്ടെ അമർന്നിരിക്കേണ്ടെന്ന് ഉമ്മ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കറിയാം അതിനെക്കുറിച്ച്. അതൊക്കെ ഉണ്ട്. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ലാസ്റ്റ് ആകുമ്പോഴാണ്. ഇപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഗർഭിണികളാരും അങ്ങനെ അമർന്നിരിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇപ്പോഴതില്ല, അത് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലേ. എന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതി വാട്ടോ. ഞാനിവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. അതല്ല, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? മറ്റൊരു പെണ്ണിനെ കാണാൻ പോണോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോയിക്ക, എൻ്റെ ഇക്ക അങ്ങനെയൊന്നും ചെയ്യൂല, എനിക്ക് നന്നായിട്ടറിയാം. ആര് പറഞ്ഞു? ആർക്കും എന്നെ ചോദിക്കുന്നുണ്ടെന്നോ, എന്നോട് ഇഷ്ടമാണെന്നോ എന്തൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമല്ല. എൻ്റെ ഷമ്മാസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ കൂടെ ജീവിച്ച അന്ന് മുതൽ ഇന്ന് വരെ. പെണ്ണെ, നീ വെറുതെ പറയല്ല കേട്ടോ. എന്നെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ടെന്നോ, അവരൊക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്തൊക്കെ വരാം കേട്ടോ, ഷമ്മാസ് തമാശയിൽ പറഞ്ഞു. നുസൈബ ഷമ്മാസിൻ്റെ കൈകളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്കെന്താ, എനിക്കൊരു കുഞ്ഞുണ്ടാവുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞിനെയും തരൂല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നടന്നോളൂ. അപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിന് തരില്ലെന്നോ? എന്താ പെണ്ണെ നീ പറയുന്നത്? എന്നാൽ ശരി മോളെ, ശരി, നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടോ. ഇൻഷാ അല്ലാ. പിന്നെ ഇറങ്ങുമ്പോൾ ഒന്ന് മിസ്സടിക്കണേ. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ എത്താം, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കാത്തുകൊണ്ട്. അല്ല, ടൂർ എന്നാ? ടൂറൊക്കെ പോകണം. നാളത്തെ ഒരു എക്സാം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടൂർ പോകട്ടാം. ഒറ്റ എക്സാമും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ എന്നാൽ. അങ്ങനെ അതാ നുസൈബ ഇറങ്ങി കോളേജിലേക്ക് പോകുന്നു. ഷമ്മാസ് വണ്ടിയെടുത്ത് നേരെ കുറച്ചപ്പുറത്തേക്ക് തിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട നുസൈബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാ എൻ്റെ പെണ്ണിന് എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ
കഴിവ് നീ നൽകി റഹ്മാനെ. എല്ലാ ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകി റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.